മദ്യലഹരിയിൽ അന്തർസംസ്ഥാന ബസ് ഓടിച്ച് യാത്രക്കാരുടെ ജീവൻ വെച്ച് പന്താടി കർണാടക സ്വദേശിയായ ഡ്രൈവർ. കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് വന്ന ബസ്സിലെ യാത്രക്കാരാണ് മണിക്കൂറുകളോളം മുൾമുനയിലായത്. യാത്രക്കാർ ബസ് നിർത്തിച്ചതോടെ മദ്യക്കുപ്പിയുമായി ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. നമ്മുടെ സേഫ്റ്റിയാണ് ബ്രോ. അവരുടെ കൂടെ മാടെ കാണിച്ചറിയുന്നത് വണ്ടി ഓഫ് என்ன ப்ராப்ளம்? ஆஃப் ஆக்குற வண்டி ஆஃப் ஆக்கு வண்டி ஆஃப் ஆக்கு என்ன வண்டி ஆஃப் ஆக்குடா வண்டி ஆஃப் பண்ணு முதல்ல வண்டி ஆஃப் பண்ணு வண்டி ஆஃப் ஆக்கு ഈ വണ്ടി ഓഫ് ആക്കടാ ഈ വണ്ടി ഓഫ് ആക്ക് വണ്ടി ഹൈവേയിൽ കയറിയപ്പം വണ്ടി ഒരു ഭയങ്കര കൺട്രോളില്ലാതെ പോകുന്നത് ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ആയിട്ട് ഇങ്ങനെ ട്രാക്ക് മാറി മാറി ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ഡ്രൈവറോട് പോയി ചോദിച്ചു, ചേട്ടാ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ വണ്ടിക്ക്? പുള്ളി പറഞ്ഞില്ല, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പോയിക്കോളൂ, കിടന്ന് ഉറങ്ങിക്കോളൂ. ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഒരു ബോട്ടിലും ഗ്ലാസും കണ്ടപ്പോൾ എനിക്ക് കൺഫേം ആയി പുള്ളി ഡ്രങ്കാ എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് വണ്ടി നിർത്തൂ, ശരിയാവില്ല, ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. അങ്ങനെ പുള്ളി വണ്ടി നിർത്താൻ കൂട്ടാക്കിയില്ല. എന്നിട്ട് പുള്ളി കുറച്ച് അഗ്രസീവായി. ഞാൻ വണ്ടി ക്രാഷ് ചെയ്യാൻ പോവാണ്, ഇനി ആരും രക്ഷപ്പെടണ്ട, ഞാൻ വണ്ടി താഴെ കിടാൻ പോകണ്ട്, വണ്ടി സ്റ്റിയറിംഗ് അങ്ങോട്ട് തിരിച്ച്. നമ്മളിവിടെ നിന്നുണ്ടെങ്കിൽ പുള്ളി ഇനിയും ഇതേപോലെ എന്തെങ്കിലും കാണിക്കും. നമുക്ക് ഉള്ളിൽ പോയിട്ട് ഒരു 5 കിലോമീറ്ററിനുള്ളിൽ ഒരു ടോൾ ഗേറ്റ് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഈ വണ്ടി സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ കയറി പിടിക്കാന്ന് പറഞ്ഞു. ഫസ്റ്റ് ടോൾ ഗേറ്റ് മൈസൂരിൽ നിന്നും വിട്ടതിന്റെ ശേഷമുള്ള അവിടെ എത്തിയപ്പം ഈ പുള്ളിനെ ചാടി കയറി പിടിച്ച് ഡ്രൈവർ ഇറങ്ങി ഓടി. അവിടെ ക്ലീനർ ഉണ്ടായിരുന്നു, പക്ഷെ ക്ലീനർ ഞങ്ങൾ കയറിയപ്പോൾ മുതലേ ആള് ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാം പുള്ളി ഇങ്ങനെ കിടക്കുന്നത്. ബസ് ഉടമയ്ക്ക് ഒരു കൂസലുമില്ല. തൊട്ടടുത്ത ദിവസവും ഇതേ ഡ്രൈവറെ കൊണ്ട് ബസ് ഓടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ യാത്രക്കാരുടെ ജീവൻ വെച്ച് പന്താടുകയാണ്. അവർ പറഞ്ഞതുപോലെ തന്നെ വളരെ ഒരു ഭാഗ്യം കൊണ്ടാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്കുള്ള യാത്രക്കാർ പതിവായി ആശ്രയിക്കുന്നത് ഇത്തരം അന്തർ സംസ്ഥാന ബസ്സുകളെയാണ്. അത്തരത്തിലൊരു അന്തർ സംസ്ഥാന ബസ്സിലെ ഡ്രൈവറാണ് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ യാത്രക്കാരുടെ ജീവൻ വെച്ച് പന്താടുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കിയത്. ഈ കോഴിക്കോട് നിന്ന് പുറപ്പെട്ട ബസ് സുൽത്താൻ ബത്തേരി കഴിഞ്ഞപ്പോൾ തന്നെ യാത്രക്കാർക്ക് അസ്വാഭാവികത തോന്നിയിരുന്നു. ബസ് നിയന്ത്രണമില്ലാതെ പോകുന്ന അവസ്ഥ. ഇതിനിടെ